സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. 130-ാം ഭരണഘടനാ ഭേദഗതിക്ക് രാജ്യം ഒരുങ്ങുന്നു. ആഗസ്റ്റ് 20-ന് ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, ഡൽഹിയിലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും 30 ദിവസം തടവിലടക്കപ്പെടുകയും ചെയ്താൽ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെടും എന്നതാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്ന സുപ്രധാന ഭേദഗതി. കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു നടപടിയാവാമെന്നാണ് ബില്ല് പറയുന്നത്. നിലവിൽ ക്രിമിനൽ കേസിൽ നടപടി നേരിടുന്നവർക്കെതിരെ ഭരണഘടനാപരമായ പല നടപടികളും സ്വീകരിക്കാമെന്നിരിക്കെ ഇത്തരമൊരു പുറത്താക്കൽ നടപടിയെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട ആവശ്യം എന്താണ് എന്ന സംശയങ്ങളും നിലനിൽക്കുന്നു. നിലവിലുള്ള റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1951 കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയെല്ലാം പ്രധാനമായും ശിക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന ഒരു രാഷ്ട്രീയാവസ്ഥയിൽ ഇത്തരമൊരു നിയമത്തിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നത് ആലോചിച്ചാൽ തന്നെ അറിയാമല്ലോ. അത്തരമൊരു ആരോപണത്തിന് പുറത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം തന്നെ ഇല്ലാതാവുന്ന തരത്തിലുള്ള ഈ നിയമം എന്തിനാണ് തിടുക്കപ്പെട്ട് BJP കൊണ്ടുവരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെയോ മന്ത്രിയെയോ പുറത്താക്കാൻ ജാമ്യമില്ലാ കുറ്റത്തിൽ ഒരു FIR സാധിക്കും എന്നതാവും അവസ്ഥ. അതായത് 5 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കേസിൽ ഇവരാരെങ്കിലും ഉൾപ്പെട്ടാൽ മതി. 30 ദിവസം ജയിലിൽ കടന്ന് 31-ാം ദിവസം അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാകും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുറത്ത് പ്രസിഡന്റിനോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുറത്ത് ഗവർണർക്കോ മാത്രം ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ചെയ്യാനാവും. എന്നാൽ അതിൻ്റെ ദുരന്തഫലം ആലോചിച്ചാൽ വ്യക്തമാകുന്ന വളരെ നിസ്സാരമായ കാര്യമാണ്. ക്രമസമാധാനം സംസ്ഥാനത്തിൻ്റെ വിഷയമാണെന്നിരിക്കെ ഒരു സംസ്ഥാന പോലീസ് വിചാരിച്ചാൽ പ്രധാനമന്ത്രിയുടെ കസാര വരെ തെറിപ്പിക്കാൻ സാധിച്ചേക്കും. അതേസമയം നിലവിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ഉപകരണങ്ങളായി കേന്ദ്ര ഏജൻസികൾ മാറിക്കൊണ്ടിരിക്കെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാന മുഖ്യമന്ത്രിമാരെ വരെ ഇല്ലാതാക്കാനും ഈ നിയമം ഉപയോഗപ്പെടുത്തിയേക്കാം. അരവിന്ദ് കെജ്രിവാളിന്റെയും സെന്തിൽ ബാലാജിയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ കളികളായിരിക്കും ഇനി നടക്കാനിരിക്കുക എന്ന ആശങ്കയാണ്. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താതെ മറ്റൊരു രാജ്യത്തെ പുകഴ്ത്തുന്നത് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുന്നത് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന തലക്കെട്ടിൽ നരേന്ദ്രമോദിയുടെ AI ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിന് അറസ്റ്റ് ചെയ്ത ആൾക്കെതിരെ രാജ്യ താല്പര്യത്തിനെതിരായ പ്രകോപനപരമായ പ്രവൃത്തി എന്ന പേരിലെടുത്ത കേസിൽ ജാമ്യം നൽകവെയാണ് കോടതി ഇങ്ങനെ വിധിച്ചത്. ഹിമാചലിലെ സിർമോർ ജില്ലയിലെ പഴക്കച്ചവടക്കാരനായ സുലൈമാനാണ് ജൂൺ 7 മുതൽ ഈ കേസിൽപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്നത്. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് എഴുതുന്നത് തന്നെ രാജ്യദ്രോഹം എന്നായിരുന്നു പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും നിലപാട്. സായുധ കലാപത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾക്കോ വിഭാഗീയതക്കോ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണമായിട്ടില്ലെന്നും കോടതി ജാമ്യം നൽകവെ വിശദീകരിച്ചു. നഗരത്തിലെ മുസ്ലിം ബാൻഡ് ടീമുകൾ ഹിന്ദു പേരുകൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുറാദാബാദ് പോലീസിന്റെ നിർദ്ദേശം. അത്തരം പേരുകൾ ഇടുന്നത് അവരുടെ മതവിശ്വാസം വ്രണപ്പെടുത്തുമത്രേ. അത്തരം പേരുകൾ മാറ്റിയാൽ മാത്രം പോരാ, തങ്ങളുടെ വിശ്വാസം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പേരുകൾ ഇടുകയും വേണം. ചെറുതും വലുതുമായ ഏകദേശം 500ഓളം ബാൻഡ് സംഘങ്ങൾ മുറാദാബാദിലുണ്ട്. ഇവയിൽ അറിയപ്പെടുന്ന 20 എണ്ണത്തിൻ്റെയെങ്കിലും ഉടമകൾ മുസ്ലിങ്ങളുമാണ്. അതേസമയം തങ്ങൾ അങ്ങനെയൊന്നും നിർദ്ദേശിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രിയുടെ പോർട്ടലിൽ ലഭിച്ച ഒരു പരാതിയുടെ പരിഹാരത്തിനായി വിളിച്ചു ചേർത്ത ബാൻഡ് ഉടമകളുടെ യോഗത്തിൽ വെച്ച് അവര് തന്നെ അതിന് തയ്യാറാവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കാൻവർ യാത്രയുടെ സമയത്ത് മുസ്ലിം ഹോട്ടൽ ഉടമകളോട് തങ്ങളുടെ മതവിശ്വാസം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പേരുകൾ കടകൾക്കിടണമെന്ന് ഉത്തർപ്രദേശ് പോലീസ് നിർദ്ദേശിച്ചത് വിവാദമായിരുന്നു. ബാൻഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിവാഹങ്ങളാണ് പ്രധാന വരുമാന മാർഗം. പേരുമാറ്റത്തോടെ മിക്കവാറും അതെല്ലാം അവസാനിക്കാനാണ് സാധ്യത. കാരണം നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ വിവാഹങ്ങൾക്ക് ഹിന്ദു കുടുംബങ്ങൾ മുസ്ലിം ബാൻഡ് സംഘങ്ങളെ വിളിക്കാൻ സാധ്യതയില്ല. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.